ഉത്രാട ദിവസത്തെ ആഘോഷം ഇത് ഏട്ടന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ഏട്ടൻ ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയെ. അപ്പൊ ഏട്ടന്റെ അച്ഛനും അമ്മയും ഞാനും മാത്രമാണ് ഇവിടെയുള്ള. അപ്പൊ ഞാൻ കരുതി ഉത്രാട ദിവസത്തെ പൂക്കളെ തലേ ദിവസം രാത്രി തന്നെ വരച്ചു വെക്കാന്ന് കരുതിയെ. അപ്പൊ കുറച്ച് പൂവ് കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനനുസരിച്ചിട്ട് കളമൊക്കെ വരക്കാന്ന് വിചാരിച്ചത്. കളമൊക്കെ രാത്രി തന്നെ തലേ ദിവസം ഉത്രാട ദിവസത്തിന്റെ തലേ ദിവസം രാത്രി ഇതൊക്കെ വരച്ചു വെക്കാണ്. അപ്പൊ ഉത്രാട ദിവസം എന്തായാലും നമുക്ക് ഫുഡ് ഉണ്ടാക്കൽ അങ്ങനെ പരിപാടിയൊക്കെ കിച്ചണിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് നടക്കാത്തോണ്ട് തന്നെ ഞാൻ തലേ ദിവസം രാത്രി പൂക്കൾ അങ്ങ് വരച്ചു വെക്കാന്ന് കരുതിയെ. അങ്ങനെ വരച്ചു വെച്ച് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ പൂവിടാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല ഗംഭീര മഴയാട്ടോ. ഉത്രാട ദിവസം രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പൊ ഞാൻ പൂവൊക്കെ മുറിച്ചിടുമ്പോ ഏട്ടന്റെ അച്ഛൻ ഇതാ പൂവൊക്കെ മുറിച്ചിടാൻ സഹായിക്കുന്നുണ്ട്. പൂക്കള് ഇടാൻ ആള് സഹായിച്ചിട്ടില്ല, പൂവൊക്കെ മുറിച്ചിടാനൊക്കെ ആള് സഹായിച്ചിട്ടുണ്ടായിരുന്നെ. അങ്ങനെ കയ്യിലുള്ള പൂക്കളൊക്കെ വെച്ചിട്ട് ഇതാ ഞാൻ ചെറിയൊരു ഡിസൈനിൽ അങ്ങ് പൂക്കൾ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വിട്ടെ. നമ്മളെ മലബാർ ഏരിയയിൽ മാത്രമാണ് ഇങ്ങനെയാണെന്ന് അറിയില്ല. ഒരു ദിവസം നമ്മൾ ബിരിയാണി വെക്കും, ഒരു ദിവസം സദ്യ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഉത്രാട ദിവസം ഏട്ടന്റെ വീട്ടിൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി വെക്കാനാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. അതിന് പുറമെ ഇതാ ഫിഷ് ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പൊ ഫ്രൈ ഐറ്റംസ് ഒക്കെ ആയി കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ഉള്ളി വട്ടം പോകണം. അതായത് മസാല ആക്കണല്ലോ. അങ്ങനെ ഞാൻ ഉള്ളി വട്ടുന്ന സമയം കൊണ്ട് ഏട്ടന്റെ അമ്മ ഇതാ അവിടുന്ന് ചോറാക്കുന്നുണ്ട്. അപ്പൊ നെയ്ച്ചോറാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചോറ് മസാല കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി ഇതിനൊക്കെ മിക്സ് ചെയ്ത് വെക്കണേ. നമ്മൾ ദമ്മിട്ടിട്ടും ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് കരുതി ഇന്ന് സെപ്പറേറ്റ് നെയ്ച്ചോറ് വേറെ മസാല വേറെ ആക്കി ലാസ്റ്റ് മിക്സ് ആക്കി എടുക്കാന്ന് കരുതിയിട്ട് അങ്ങനെയാണ് ചെയ്തത്. അതിനുശേഷം ഇതാ ഏന്റി പ്രഥമനാക്കാൻ പോവാണ്. പ്രഥമൻ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള രീതിയും എനിക്ക് അത്ര അറിയത്തില്ല. അതുകൊണ്ട് അത് ഏന്റി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോ ഒരാളെയും കൂടി കണ്ടോ, ഇത് ഏട്ടന്റെ അച്ഛന്റെ പെങ്ങളാണ്. അപ്പോ അവരും രാവിലെ തന്നെ വന്നിരുന്നേ. അപ്പോ എല്ലാരും കൂടിയാണ് അടുക്കളയിൽ ഈ ഒരു പരിപാടിയിലുള്ളത്. അപ്പോഴേക്ക് ഇതാ ഏട്ടന്റെ അച്ഛൻ വന്നേ. പിന്നെ നമ്മൾ രണ്ടാളും കൂടി പോയിട്ട് ഇലയൊക്കെ മുറിച്ച് വന്നേ. ഇന്നിവിടെ സദ്യ അല്ലെങ്കിൽ നമുക്ക് ഇലയിൽ കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇല മുറിക്കാൻ പോയത്. അപ്പൊ ഇലയൊക്കെ മുറിച്ച് വരുമ്പോഴേക്കും നമ്മളെ പ്രഥമന്റെ ഇതാ ഫിനിഷ് സ്റ്റേജിലാണ് ഉണ്ടത്. അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരി ഇടുന്നുണ്ട് ഏന്റി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ റെഡിയായി നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് പ്രഥമനോട് കൂടി ഇതങ്ങ് അവസാനിപ്പിച്ച. അപ്പൊ ഓക്കെ ബൈ.